ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ട് നമുക്കൊരു അടിപൊളി മസാല തയ്യാറാക്കിയാലോ. ജിമ്മിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള റുട്ടീനൊക്കെ ഫോളോ ചെയ്യാമെന്നൊക്കെയാണ് പ്ലാന്. ചില ദിവസം നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പനീർ വെച്ചിട്ടൊരു മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പനീറാണ് കേട്ടോ. 1 കപ്പ് പനീർ, 1 ക്യാപ്സിക്കം, ഒരു വലിയ സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. മാറ്റിയതിന് ശേഷം അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, ചെറിയ ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഒരു അത്യാവശ്യം വലിയൊരു തക്കാളിപ്പഴം അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് അതൊന്ന് വെന്ത് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന പനീറും വെജിറ്റബിൾസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തിക്ക് ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ വെള്ളം ഇനി ചേർത്ത് കൊടുക്കണ്ട. ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടാണ് ഇരുന്നത്. ഗ്രേവിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മസാലയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.